IFTHAR ടൈമിലേക്കായി ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റംസാൻ സ്പെഷ്യൽ മലബാറി ഗ്രിൽഡ് ചിക്കൻ ആണ്. ഇഫ്താർ ടൈമിലേക്കായി ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഓതന്റിക് മലബാറി സ്റ്റൈലിലായിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. ഇതിനു മുന്നേ റംസാൻ സ്പെഷ്യൽ 2 ഡിഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണുമല്ലോ. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, നാരങ്ങ, സവാള, കുരുമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത്, ഉപ്പ് എന്നിവയാണ്. പിന്നെ നമുക്ക് ടേസ്റ്റ് മേക്കറും ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുരുമുളകും സവാളയും എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായി പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ 4 പച്ചമുളകാണ് ഇടുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. കുരു ഒന്നും പെടാതെ സൂക്ഷിക്കണം. അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ചിക്കൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കത്തി കൊണ്ട് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന മസാല ഇതിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് നേരത്തെ അടിച്ചെടുത്ത മസാല ഇതിലോട്ട് തേച്ച് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് നമ്മുടെ മസാല. ഇത് നമുക്ക് ഓരോ പീസിലോട്ടും എടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. നല്ലപോലെ മസാല തേക്കണം. അപ്പോഴേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ നല്ലോണം തേച്ച് കൊടുക്കാം. അടുത്തതായി നമുക്കൊരു ജിബ്ലോ കവറിലിട്ടിട്ട് ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം മാരിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസുകളായിട്ട് ഈ ജിബ്ലോ കവറിൽ വെക്കാം. ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഗ്രില്ലിൽ സെറ്റ് ചെയ്യുകയാണ്.
ചിക്കൻ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രില്ല് ക്ലോസ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് വെച്ചതിന് ശേഷം ഇനി നമുക്ക് കോള് കത്തിച്ച് കണലുണ്ടാക്കിയിട്ട് ചിക്കൻ അതിൻ്റെ മുകളിൽ ഗ്രിൽ ചെയ്യാൻ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് മറിച്ച് വെച്ച് കൊടുക്കണം, അപ്പോഴേ നന്നായിട്ട് വേവുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടൈമും കൂടി കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു, അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് മീ റിസ സൈനിങ് ഓഫ്. ബൈ.